ജഗേഷ് ഞങ്ങളുടെ വാതൊക്കെയായിരുന്നു അപ്പച്ചൻ പെടുത്തോ? അല്ല ചോദിച്ചത്, ഞാൻ കഴി വെച്ചിരുന്ന അപ്പച്ചമ്പ് കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചിരുന്നത്. എന്നാലും നീയൊക്കെ പരമനാറികളല്ലേ, കൊച്ചു പിള്ളേരുടെ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പൈസ മേടിച്ചോണ്ടെ കള്ളു കുടിച്ച പരമനാറികളല്ലോടാ നീയൊക്കെ. ഇങ്ങനെയുള്ള തോന്നിയ ദിവസങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കില്ല. ഞങ്ങൾ നിങ്ങളുടെ സാധനം എടുത്തിട്ടില്ല, കണ്ടിട്ടുമില്ല, പിടിച്ചിട്ടുമില്ല. അജിത്ത കഥ തുറക്കടാ. നിങ്ങളെ എനിക്ക് കാണണ്ട. എല്ലാ പരിപാടിയും ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ ആശുപത്രി വന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ നിങ്ങൾ. വെളിയിലോട്ട് ഇറങ്ങി എപ്പോഴാ എവിടുന്ന് ആക്രമണം വരുന്നതെന്ന് അറിയാൻ വയ്യ. അതിനാ അന്ന് നീ ഓടിയ ഓട്ടം നിങ്ങളുടെ അമ്മ വീട്ടിൽ ചെന്നല്ലേ നിന്നത്. ഇതിനിടയ്ക്ക് നടന്ന സംഭവങ്ങളൊന്നും നീ അറിഞ്ഞില്ലല്ലോ. പോട്ടെ, നീ എന്നോടൊപ്പം ക്ഷമിച്ചു. അണ്ണാന്ന് വിളിച്ച പാവം തന്നെ വിളിപ്പിക്കില്ലേ? അതിന് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? കാര്യം പറ. എടാ, അന്ന് നമ്മളെ നാട്ടുകാരിട്ട് ഓടിച്ചില്ലയോ? ഓടും നോട്ടത്തി നീ മതിലിയാടി നിങ്ങളുടെ അമ്മ വീട്ടിലോട്ട് ഓടിച്ചില്ലേ? അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നേരെ പോവുക. ഇങ്ങേറെ തുണിയും മണിയില്ലാത്ത ഓട്ടം കണ്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറെ കരവുകാർ വരുന്നുണ്ടായിരുന്നു. അവരിങ്ങേറെ തുണിയും മണിയില്ലാത്ത കണ്ടിട്ട് ബ്ലാക്ക് മാൻ ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള സാധനം എല്ലാം ഇട്ടിട്ട് ഓടി. ആ കിടന്ന് അവന്മാർ കളഞ്ഞ സാധനം എടുത്തുകൊണ്ട് ഇങ്ങേര് ഓടി. ഇങ്ങേറെ പുറകിന് ഞാനും ഓടി. ഓടിച്ചെന്ന് അവസാനം നിന്നത് ആ വെടിയമ്പാക്കൂട്ടന്റെ വാഴത്തോട്ടത്തിനകത്താണ്. പിന്നെ നാട്ടുകാർ തിരിച്ചു പോയപ്പം ഞാൻ ഇങ്ങ് തിരിച്ചു പോയിരുന്നു വീട്ടിൽ. എന്നിട്ട് ആ കരവളായിട്ട് ഇട്ടിട്ട് പോയ സാധനം എടുത്തോണ്ട് പോയില്ലേ? അതിനകത്ത് നിന്ന് ബീഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുത്തിട്ട് വലിച്ച്. അത് പക്ഷേ കഞ്ചാവായിരുന്നു. കഞ്ചാവ് വലിച്ച് കിളി പാറിയ ഇങ്ങേര് നാട്ടിലെ മൊത്തം വീടുകളിലെ പുൽക്കൂട്ടി കയറി അതിനകത്ത് സാധനം എല്ലാം അടിച്ചു മാറ്റി ഒരു ചാക്കിനകത്ത് കെട്ടി രാവിലെ ഞങ്ങളുടെ വീടിന്റെ വാതൊക്കെ കൊണ്ടുവച്ചിട്ട് പോയി. ക്രിസ്മസിന്റെ അന്ന് നേരം വെളുത്തന്നെ നാട്ടുകാർ മൊത്തം ഞങ്ങളുടെ വീടിന്റെ വാതൊക്കെ ഉണ്ണീശോയെ തപ്പി നിൽക്കുക. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു ചാക്കിനകത്ത് 150 ഉണ്ണീശോയും. നാട്ടുകാർ മൊത്തം കയറി എന്നെ മേഞ്ഞ്. ലാസ്റ്റ് വന്നത് പള്ളിയിലെ ചെന്നത് അങ്ങേരി ചവിട്ടി ഓടിച്ചതായത്. എന്നിട്ട് എന്നോട് ഒരു ഡയലോഗ് അടിച്ച് വികാരി അച്ഛൻ വികാരഭരിതനായിട്ട് എന്നോട് പറഞ്ഞു, പള്ളിമേടയിലിരുന്ന ഉണ്ണിയെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ. എടാ വാട, ഞാനുള്ളപ്പോ നിന്നെ ആരും ഒത്തിരി ഒന്നും ചെയ്തില്ല. ഇങ്ങോട്ട് വാ. നിനക്കൊക്കെയുള്ള പണി എന്തായിരുന്നുണ്ടോ? ലേശനെ പൂച്ചസോണി പറഞ്ഞല്ലോ, കാക്ക റാഞ്ചുന്നത് പോലെ താനാണെങ്കിൽ പുൽക്കൂട്ടിയ സാധനങ്ങൾ റാഞ്ചുന്നതിന്. പൂച്ചസോണി ഈ നാട്ടിൽ ഏറ്റവും വലിയ നുണയന. അവൻ ഈ മാന്യന്മാരെ ഞങ്ങളെ കുറിച്ച് അവാദം പറഞ്ഞു നടക്കുന്നുണ്ട്. ഞങ്ങൾ അറിയുന്നുണ്ട്. കൈ കിട്ടിയവന്റെ മുട്ടുകാല തല്ലി പിടിക്കും. മക്കളെ, നിങ്ങളെ പറ്റിച്ച് പുൽക്കൂട് ഉണ്ടാക്കി തരാന്ന് പൈസ മേടിച്ചോണ്ട് പോയ അമ്മമാരെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പിടിക്കാം കേട്ടോ. കൊച്ചു ബിപി സംഭവം വരുന്നുണ്ട് കേട്ടോ. അങ്ങനൊരു സ്വാമിയാണേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. സ്വാമിയാണെങ്കിൽ മാലയൊന്ന് കാണിച്ചു. വേണ്ട മാല. ഹലോ, ഹൗ ആർ യു? ഐ ആം